നമ്മുടെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മരിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പുതുപ്പള്ളിയിൽ വെച്ചിട്ടുണ്ടായ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അതേപോലെ കേരള ജനത ഒന്നടങ്കം ദുഃഖിച്ച ഒരു വലിയ യാത്രയയപ്പായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു യാത്രയയപ്പ് ആർക്കും കിട്ടും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. കാരണം ട്രിവാൻഡ്രം തൊട്ടിട്ട് കോട്ടയം വരെയുള്ള യാത്രയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളായിരുന്നു കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിച്ചത്. നമുക്ക് ഒരു പ്രാവശ്യം പരിചയപ്പെട്ടാൽ മറക്കാൻ സാധിക്കാത്ത ഒരു വലിയ വ്യക്തിയാണ് അദ്ദേഹം. എനിക്കും അദ്ദേഹത്തെ മറക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അദ്ദേഹം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം താമസിച്ചിരുന്ന ബാംഗ്ലൂരിലെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ കാണാമെന്ന് ഞാൻ ചാണ്ടി ഉമ്മനോട് പറഞ്ഞാണ്. എനിക്ക് പോകാൻ സാധിച്ചില്ല. അതിന് ഒരു വർഷം മുമ്പ് അദ്ദേഹം മൂന്നാറിൽ നടന്ന ഒരു ബസ് അപകടത്തെ കുറിച്ചിട്ട് നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ ട്രാവൽ വിത്ത് ബിനു ജോർജ് എന്ന മൂന്നാറിനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോയിൽ അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി. അതായത് അദ്ദേഹത്തിന് വയ്യാതെ ഇരുന്ന ആ ഒരു സമയത്ത്, ട്രിവാൻഡ്രത്തിരിക്കുന്ന സമയത്തും അദ്ദേഹം മൂന്നാറിലെ ഒരു ബസ് അപകടത്തെ കുറിച്ചിട്ട് എന്നോട് സംസാരിച്ചു. 1974 മൂന്നാറിൽ കരടിപ്പാറ വെച്ചിട്ട് ഒരു ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അതിൽ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. ഉമ്മൻചാണ്ടി സാറും ഈ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തോ അദ്ദേഹം ജെയിംസ് മടത്തിപ്പറമ്പിൽ എന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തെ ആ ബസ്സിൽ കയറാനായിട്ട് വിട്ടില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ ബസ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അദ്ദേഹം ഈ ബസ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടേക്കുന്ന കഥകള് ഈ വർഷം നമ്മൾ മൂന്നാറിനെ കുറിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം എന്നോട് ഒരുപാട് സമയം ഈ ബസ് അപകടത്തെ കുറിച്ചിട്ട് സംസാരിച്ചതാണ്. എന്തായാലും ഒരിക്കൽ നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടാൽ മറക്കില്ല. എന്തായാലും ഈ ഒരു വർഷമായ സമയത്ത്, അദ്ദേഹം മരിച്ചിട്ട് ഒരു വർഷമായ ഈ സമയത്ത് സ്നേഹവും ആദരവും അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം അദ്ദേഹം നമുക്ക് മൂന്നാറിൽ ഈ ബസ് അപകടത്തെ കുറിച്ചിട്ട്, ആ ബസ് അപകടത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നത് കാണണമെങ്കിൽ 2023 നഷ്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വർഷം ട്രാവൽ വിത്ത് ബിനു ജോർജ് എന്ന യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ അദ്ദേഹം ആ ബസ് അപകടത്തെ കുറിച്ചിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു. കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാൽ സ്മൃതികളിൽ എന്നെ ചേർക്കണമേ. ഒരു പിടി മണ്ണിൽ പൊതിയും